നമസ്കാരം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഗിൽറ്റ് ട്രാപ്പിനെ കുറിച്ചാണ്. എന്താണ് ഈ ഗിൽറ്റ് ട്രാപ്പ് എന്നുള്ളത്? നമുക്ക് നമ്മുടെ ഒരു സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ നമ്മുടെ വിശേഷതകളനുസരിച്ച് ഇപ്പോൾ നമ്മുടെ ജെൻഡർ ആവാം, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആവാം, നമ്മുടെ ഫിസിക്കൽ ലുക്സ് ആവാം, നമ്മുടെ കാസ്റ്റ് ആവാം, നമ്മുടെ റിലീജിയൻ ആവാം, എന്തുമാവാം. ഇതനുസരിച്ച് നമുക്ക് 2 രീതിയിലുള്ള പാടില്ലാത്ത ചിന്തകൾ ഉണ്ടാവാറുണ്ട്. അതിൽ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തോ സുപ്പീരിയർ ആണ് എന്നുള്ളത്. ഇന്ന ജെൻഡർ ആയതുകൊണ്ട്, ഇന്ന കാസ്റ്റ് ആയതുകൊണ്ട്, ഇന്ന റിലീജിയൻ ആയതുകൊണ്ട്, ഇന്ന ജോലി എനിക്കുള്ളത് കൊണ്ട്, ഞാൻ ഇന്ന രീതിയിൽ കാണാൻ ബെറ്റർ ആയതുകൊണ്ട് നമുക്ക് ഒരു ഫോൾസ് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് തോന്നും. ഇത് ഒട്ടും ഒരു നല്ല രീതിയല്ല. ബിക്കോസ് അത് എന്താ പറയുക, ഇപ്പോൾ ചില കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല. ഇപ്പോൾ നമ്മുടെ ലുക്സ് എങ്ങനെയാണ് എന്നുള്ള കാര്യം, നമ്മുടെ കാസ്റ്റ്, റിലീജിയൻ, നമ്മൾ ഏത് സാമൂഹിക സാഹചര്യത്തിൽ ജനിച്ചു എന്നുള്ളത്, നമ്മൾ ജനിക്കുന്ന വീട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചോയ്സിൽ ഉള്ളതല്ല. അപ്പോൾ നമ്മൾ ഓപ്റ്റ് ചെയ്തതല്ല നമ്മൾ ഇന്ന രീതിയിലാവണം എന്നുള്ളത്. ചില കാര്യങ്ങൾ കേട്ടോ, ഇപ്പോൾ ജോലി പോലത്തെ ചില കാര്യങ്ങൾ നമ്മുടെ എഫേർട്ട്, ലക്ക്, ഗോഡ്സ് ഗ്രേസ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ നമ്മുടെ ഇങ്ങനത്തെ ഏത് കാര്യങ്ങളാണെങ്കിലും നമ്മുടെ സെലക്ഷൻ ഇല്ലാത്ത കാര്യങ്ങളിൽ നമുക്കതിൽ പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ മേന്മയും അവകാശപ്പെടാനില്ല. ഇറ്റ് വാസ് ജസ്റ്റ് ചാൻസ് ഓർ ഫേറ്റ്, വാട്ട് എവർ ഇറ്റ് മേ ബി. നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയില്ല. ഞാൻ മുമ്പ് പറയാറുള്ള പോലെ നമ്മൾ ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ ഇങ്ങനെ ജനിച്ചു എന്നുള്ളത് മുൻജന്മ പാപപുണ്യങ്ങളുടെ ഫലമാണോ, വെറും റാൻഡം ചാൻസ് ആണോ എന്നുള്ളത് ഒരു എറ്റേണൽ ക്വസ്റ്റ്യൻ ആണ്. വി കനോട്ട് പ്രൂവ് ആൻഡ് വി കനോട്ട് ഡിസ്പ്രൂവ്. സോ അതിൽ തർക്കിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെലക്ഷൻ ആയിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിലൊരു ഫോൾസ് സുപ്പീരിയോറിറ്റി തോന്നേണ്ട യാതൊരു ആവശ്യമില്ല, അതിനുള്ള യാതൊരു അർഹതയുമില്ല. ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട്, ഡിഫൈനിങ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നു. ഇനിയാണ് എനിക്ക് അടുത്തത് ഈ വീഡിയോയുടെ സ്പെസിഫിക് കാര്യങ്ങൾ പറയേണ്ടത്. എന്നാൽ ഇതോടൊപ്പം തന്നെ അത്രയധികം മെൻഷൻ ചെയ്യപ്പെടാതെ പോകുന്ന വേറൊരു കാര്യമുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ പേരിൽ നമുക്കൊരു ഗിൽട്ട് തോന്നിപ്പിക്കാൻ, ഒരു ഗിൽട്ട് ട്രാപ്പ് സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു എക്കോസിസ്റ്റം, അതിൽ ചില പ്രത്യേക എക്കോസിസ്റ്റങ്ങൾ ചില പ്രത്യേക ഫാക്ടേഴ്സ് വളരെയധികവും ശ്രമിക്കുന്നുണ്ട്. അതായത് പ്രിവിലേജസിൻ്റെ കാര്യമാണ് ഇവരെപ്പോഴും പറയുക. ഇതായതുകൊണ്ട്, ഇപ്പോൾ ആണായതുകൊണ്ട് നമുക്ക് ഇന്ന പ്രിവിലേജസ് കിട്ടിയില്ലേ, ഇന്ന ജോലിയിലായതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ന കാസ്റ്റ് ആയതുകൊണ്ട്, ഇന്ന റിലീജിയൻ ആയതുകൊണ്ട്, ഇന്ന ലുക്സ് ഉള്ളതുകൊണ്ട്, ഇന്ന സ്ഥലത്ത് ജനിച്ചതുകൊണ്ട് ഇന്ന പ്രിവിലേജ് നിനക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ പ്രിവിലേജ് വാദം ഒരു പരിധിവരെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പലപ്പോഴും എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതും കൂടി എടുത്തു പറയണം. എങ്കിലും ഇപ്പോൾ ഒരു ആണാണെന്നുള്ള കാര്യം എടുത്തു കഴിഞ്ഞാൽ, ആണായതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ പ്രിവിലേജസ് ഇല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. ദിസ് ഇസ് ബേസിക്കലി എ പാട്രിയാർക്കിക്കൽ സൊസൈറ്റി എന്നുള്ളൊരു സത്യം തന്നെയാണ്. എനിക്കത് അംഗീകരിക്കാൻ യാതൊരു മടിയുമില്ല. എല്ലാ ഫാക്ടേഴ്സും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദ ഡെവലപ്മെൻറ്റ്സ്, ഇറ്റ്സ് ഈസിയർ ടു ബി എ മെയിൽ. ഇപ്പോൾ അടുത്ത ജന്മത്തിന് ഏതൊരു ഓപ്ഷൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസിയർ ഓപ്ഷൻ ആയിട്ടുള്ളത് ബീങ് എ മെയിൽ തന്നെയാണ്. ഞാനത് തന്നെ വേണമെന്ന് പറയുള്ളൂ. സത്യം തന്നെയാണ്, അത് ഞാൻ നിരാകരിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അപ്പോൾ ആണാകുന്നത് ഒരു പ്രിവിലേജ് അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഒരു പരിധി പ്രിവിലേജ്ഡ് ആണ്. അത് അർഹത കൊണ്ടുണ്ടാകുന്ന കാര്യമല്ല, ചാൻസ് കൊണ്ടാണെങ്കിൽ പോലും. അതുകൊണ്ട് അഡ്വാൻറ്റേജസ് ഇല്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. അഡ്വാൻറ്റേജ് മാത്രമല്ല, ഡിസഡ്വാൻറ്റേജും കൂടി പലയിടത്തും ഉണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ച് പലപ്പോഴും നമ്മൾ പറയാറില്ല. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പോൾ ജോലിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ബീങ് എ മെയിൽ നമുക്കൊരു ജോലി ഇല്ലാതെ ബുദ്ധിമുട്ടാണ്. കാരണം വി ആർ സപ്പോസ് ടു ലുക്ക് ആഫ്റ്റർ ദ ഫാമിലി. ഫീമെയിൽസിന് ജോലി വേണ്ടത് നല്ല കാര്യമാണ്. പക്ഷേ ജോലി ഇല്ലെങ്കിലും ദേ ക്യാൻ ലിവ് വിത്ത് ഇറ്റ്. ബിക്കോസ് നമ്മുടെ സമൂഹത്തിൽ ആ ഒരു രീതിയിലാണ് നമ്മുടെ ചിന്താഗതി രൂപപ്പെട്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യം, സാമൂഹിക സുരക്ഷിതത്വം ഒക്കെ കുറയും, പക്ഷേ ദേ ക്യാൻ, ആ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. പക്ഷേ ഒരു ആണിൻ്റെ കേസിൽ നമുക്ക് നമ്മുടെ കുടുംബത്തെ നോക്കി നടത്തിയേ പറ്റുള്ളൂ. നമുക്ക് ജോലി വേണം. അതുപോലെ ഫിസിക്കലി ഒരുപാട് ഡേഞ്ചേഴ്സ് ഉള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ അത്തരം ജോലികൾ കൂടുതലായിട്ട് മെയിൽസ് തന്നെയാണ് ചെയ്യാറ്. ഇപ്പോൾ എന്താ പറയുക, മൈൻഡ് വർക്കേഴ്സ്, അതുപോലത്തെ സിവിയർ ഫിസിക്കൽ ഇത് വരുന്നത് അവിടെ ഫീമെയിൽസ് അധികം ചെയ്യാറില്ല, വളരെ വളരെ കുറവാണ്. അത്ര ഫിസിക്കൽ ഒരുപാട് സ്ട്രെയിൻ വേണ്ട ജോലികൾ കൂടുതലും ഡയറക്റ്റ് റിസ്ക് ഉള്ള ജോലികൾ കൂടുതലും മെയിൽസാണ് ചെയ്യാറ്. ഇവിടെ ഡയറക്റ്റ് റിസ്ക് ആണ് ഉദ്ദേശിച്ചിട്ടോ. സ്ത്രീകൾ ഒരുപാട് ഡേഞ്ചറുള്ള ജോലികൾ ചെയ്യുന്നുണ്ട്. ഇപ്പം പ്രസവം എന്ന് പറഞ്ഞാൽ തന്നെ ജീവന് അപകടം പറ്റാവുന്ന ഒരു സാഹചര്യമാണ്. അതൊന്നും മറക്കുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് മനസ്സിലാക്കുക, ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഇത് കേൾക്കുക എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ പ്രിവിലേജസും ഉണ്ട്, എന്നാൽ ചില പ്രശ്നങ്ങളും ഉണ്ട്. പലപ്പോഴും നമ്മൾ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാറില്ല. ഓക്കെ, ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെ ഏതൊരു കാര്യത്തിലാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രിവിലേജസ് ഉണ്ട്. അപ്പോൾ ആ പ്രിവിലേജസ് ഉണ്ടെന്ന് അംഗീകരിക്കുമ്പോൾ പോലും നമ്മളിത് വോളണ്ടിയർലി ചൂസ് ചെയ്തതല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ പേരിൽ നമുക്കൊരു ഗിൽട്ട് തോന്നേണ്ട കാര്യമില്ല. അതായത് ഞാനൊരു ആണായി, അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിലെ സ്ത്രീകളുടെ സഫറിങ്ങിന് ഞാൻ അത് എൻ്റെ കൂടി ഗിൽട്ടാണ്, എൻ്റെ കൂടി തെറ്റാണ് എന്നുള്ള രീതിയിൽ. എൻ്റെ കൂടി ഉത്തരവാദിത്വമാണ് സ്ത്രീകളുടെ അവസ്ഥ ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കാം. ഉത്തരവാദിത്വവും ഗിൽട്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി ഇസ് എ ക്രിയേറ്റീവ് വേർഡ്. അത് നമ്മൾ ഉണ്ടാക്കണം ആളുകളിൽ, തീർച്ചയായിട്ടും അത് വേണേനും. പക്ഷേ അതേസമയം ഗിൽട്ട് തോന്നേണ്ട കാര്യമില്ല. ബിക്കോസ് ഇപ്പോൾ ഞാനൊരു മെയിൽ ആവണമെന്നുള്ള ഞാൻ വോളണ്ടറിലി സെലക്ട് ചെയ്ത കാര്യമില്ല. ഇറ്റ് വാസ് ജസ്റ്റ് ചാൻസ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ എനിക്കൊരു കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. ഇതെടുത്ത് പറയാൻ കാര്യം, ഈ കുറ്റബോധം തോന്നിപ്പിക്കാൻ വേണ്ടി തന്നെയുള്ള രീതിയിലുള്ള ചില ക്യാമ്പയിനുകളും ചില വർത്തമാനങ്ങളും പലയിടത്തും ഉണ്ട്. ഇപ്പോൾ ചില ഇൻഫ്ലുവൻസേഴ്സിൻ്റെയൊക്കെ, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആണായതെന്തോ വലിയ മഹാപാതകമാണ്,
ഇനി ഈ പാതകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ പുണ്യപ്രവൃത്തികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള രീതിയിൽ തോന്നും. നെവർ നെവർ എവർ എവർ ലെറ്റ് എനി വൺ ലെറ്റ് യു ഫോൾ ഇൻ ടു എ ഗിൽറ്റ് ട്രാപ്പ്. അത് എന്തിൻ്റെ പേരിലാണെങ്കിൽ നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ ഇറോഡ് ചെയ്യുന്ന, നമ്മുടെ സെൽഫ് വർത്തിനെ ഇറോഡ് ചെയ്യുന്ന, നമ്മളെന്തോ തെറ്റ് ചെയ്യാതെ ചെയ്തു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഗിൽറ്റ് ട്രാപ്പിലേക്ക് നിങ്ങളെ വലിച്ചിറക്കാൻ ഒരുപാട് പേരുണ്ട്. ചിലത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിരിക്കും, ചിലർ കപട പുരോഗമനവാദികളായിരിക്കും, ചിലത് ചില പ്രത്യേകതരം ലിബറലിസത്തിൻ്റെ വേർഷൻസ് ആയിരിക്കും, പിന്നെ ചില രാഷ്ട്രീയ ചിന്താഗതികളായിരിക്കാം. ആരാണെങ്കിലും ഇവരാരെയും നമ്മളെ അൺനെസസറി ഗിൽറ്റ് ട്രാപ്പിലേക്ക് പെടുത്താൻ അനുവദിക്കരുത്, അല്ലേ? ഇത് ഒന്നാമത്തെ കാര്യം. ഒരു ഉദാഹരണം പറഞ്ഞത് ബീയിങ് എ മെയിൽ എന്നുള്ളതാണ്. അപ്പോൾ ഒരു മെയിലായ സ്ഥിതിക്ക് നമ്മുടെ സൊസൈറ്റിയുടെ പാട്രിയാർക്കിക്കൽ ടെൻഡൻസീസിനെ കുറച്ചുകൂടി ഡയല്യൂട്ട് ചെയ്യാനും സമൂഹം എല്ലാവർക്കും ഒരേ രീതിയിലുള്ള അല്ലെങ്കിൽ ഏകദേശം ഒരേ രീതിയിലുള്ള അവസരങ്ങൾ കൊടുക്കുന്ന ഒന്നാക്കി മാറ്റാനും നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പക്ഷേ അതിൻ്റെ ഗിൽറ്റ് നമ്മൾ ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. നമ്മൾ സ്പെസിഫിക്കലി ചെയ്തിട്ടില്ലാത്ത തെറ്റുകളുടെ ഒരു സാമൂഹിക സ്ട്രക്ചറിൻ്റെ ഭാഗമായ തെറ്റുകളുടെ പേരിൽ നമുക്ക് ഒരുപാട് ഗിൽറ്റ് തോന്നിച്ച് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇമ്പയർ ചെയ്യാൻ ആരെയും അനുവദിക്കരുത്. ഇത്തരത്തിലുള്ള ഗിൽറ്റ് ട്രാപ്പിന് എക്സ്പോസ്ഡ് ആവേണ്ടി വന്നിട്ടുള്ള ആളുകൾക്ക് ഇത് കുറച്ചുകൂടി മനസ്സിലാവും. നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ പറയുന്നത് മുഴുവനായിട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയാത്തവർ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യും. നമ്മുടെ ലൈഫിൽ നമ്മൾ പുരോഗമിക്കും തോറും അത്തരം സിറ്റുവേഷൻസ് വരും. ഇന്നത് ശരിക്കും പൂർണ്ണമായിട്ട് അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ തയ്യാറായില്ലെങ്കിൽ പോലും ആസ് യു സീ മോർ പീപ്പിൾ, ആസ് യു മൂവ് ഫോർവേഡ് ഇൻ ലൈഫ്, സിറ്റുവേഷൻസ് വിൽ കം വെയർ യു വിൽ ബി എക്സ്പോസ്ഡ് ടു ഗിൽറ്റ് ട്രാപ്പ്. അപ്പോൾ അതെവിടെയാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം. ഇനി രണ്ടാമത് നമ്മുടെ ജോലിയുടെ കേസിൽ, അപ്പോൾ നമ്മളൊരു ജോലി അല്ലെങ്കിൽ സാമൂഹിക അവസ്ഥ, നമ്മളൊരു റിലേറ്റീവ്ലി വെൽ ഓഫ് സാമൂഹിക അവസ്ഥയിലാണെങ്കിൽ സമൂഹത്തിലെ എല്ലാ ദാരിദ്ര്യത്തിൻ്റെയും അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളുടെയും ഗിൽട്ട് അല്ലെങ്കിൽ അവയുടെ എല്ലാം കാരണക്കാരൻ നമ്മളാണ്. ഇപ്പോൾ നമ്മളൊരു നല്ല അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു തെറ്റാണ്, ഒരു ജോലിയുള്ളത് തെറ്റാണ്, നമുക്ക് അത്യാവശ്യം പണമുള്ളതൊരു തെറ്റാണ്. ഇപ്പോൾ പോട്ടെ, നമ്മളിപ്പോൾ ഗവൺമെൻറ് പ്രൈവറ്റ് മേഖലയുണ്ട്, നമ്മൾ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നത് പോലെ ഒരു തെറ്റാണ്. ഗവൺമെൻറ് മേഖലയുള്ളത് മാത്രമാണ് സേവനം, പ്രൈവറ്റ് മേഖലയുള്ളവരെല്ലാം അത്യാഗ്രഹികളാണ്. അങ്ങനെ ഒരുപാട് രീതിയിൽ സമൂഹം ഗിൽറ്റ് ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കും. അതിലൊന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ജോലിയുടെ കാര്യം പറഞ്ഞാൽ ഏത് മേഖലയിലാണെങ്കിലും ആളുകൾ സേവനമാണ് ചെയ്യുന്നത്. ഒരു മേഖലയ്ക്ക് പ്രത്യേകിച്ച് എക്സ്ട്രാ ഒരു മെറിറ്റ് ഉണ്ടെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. നമ്മുടെ ജോലി നിയമങ്ങൾ പാലിച്ച് നൈതികത പാലിച്ച് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. അത് ഏത് മേഖലയിലാണെങ്കിലും, അല്ലേ? നൈതികത, ധർമ്മം, അതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു വാക്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ സോ അബൌട്ട് ജോബ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്. നമ്മുടെ ലുക്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നില്ല, പക്ഷേ ബീയിങ് റിലേറ്റീവ്ലി ഗുഡ് ലുക്കിംഗ് ഈസ് നോട്ട് എ ക്രൈം ആൻഡ് ബീയിങ് നോട്ട് സോ ഗുഡ് ലുക്കിംഗ് ഈസ് നോട്ട് എ ക്രൈം ഓൾസോ. ഇതെല്ലാം വേരിയബിൾസ് ആണ്. ഇവിടെ നമ്മൾ ഒന്ന് ശരി ഒന്ന് തെറ്റ്, ഒരാൾ ശരി ചെയ്തു ഒരാൾ ഗിൽറ്റ് ചെയ്തു, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. വി ക്യാൻ ജസ്റ്റ് ട്രീറ്റ് വേരിയബിൾസ് ആസ് വേരിയബിൾസ്. നമുക്കതിൽ ഒരു കാര്യത്തിൽ ഒരുപാട് സുപ്പീരിയോറിറ്റി കോംപ്ലക്സോ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോ രണ്ടും തോന്നേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി ഡയറ്റിൻ്റെ കേസിൽ ബീയിങ് വെജിറ്റേറിയൻ ഡയറ്റ്, ഞാനൊരു വെജിറ്റേറിയനാണ്. വെജിറ്റേറിയൻ ഭക്ഷണത്തിന് പ്രത്യേകിച്ച് എക്സ്ട്രാ ഒരു ഇൻട്രിൻസിക് മെറിറ്റ് ഒന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് എൻ്റേതായ സാഹചര്യം, ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ, എൻ്റെ ചിന്താഗതികൾ, അതുമൂലമാണ് ഞാൻ നോൺ വെജിറ്റേറിയൻ ഫുഡ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ നോൺ വെജ് കഴിക്കുന്നവർ മോശക്കാരാണെന്നോ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നവർ എക്സ്ട്രാ എന്തെങ്കിലും ആണെന്നോ ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ നേരെ മറിച്ച് ഇപ്പോൾ നമ്മുടെ പഴയിടത്തിൻ്റെയൊക്കെ കേസിലുണ്ടായ പോലെ വെജിറ്റേറിയനിസം തന്നെ എന്തോ വലിയൊരു തെറ്റാണ്, അതെന്തോ ബ്രാഹ്മണിക്കൽ ഹെഗമണിയാണ്, അതാണ് ഇതാണ് ആര്യ സംസ്കാരമാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇടയിൽ നമ്മുടെ ഇല്ലാത്ത ഗിൽറ്റ് കോംപ്ലക്സ് കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് ടു സ്റ്റാൻഡ് അപ്പ് ആൻഡ് ഡിഫെൻഡ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു വേരിയബിൾ മാത്രമാണ്. ഏത് ഭക്ഷണം കഴിക്കണം, എന്ത് ധരിക്കണം എന്നുള്ളതൊക്കെ, എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, ആസ് ലോങ് ആസ് യു ഡോണ്ട് വയലേറ്റ് ദ റൂൾസ് ഓഫ് ദ കൺട്രി, അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. അവിടെ ഒന്ന് ശരി ഒന്ന് തെറ്റെന്ന് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ജാതി മതം, ഇപ്പോൾ ഒരു മതത്തിൽ, ഇപ്പോൾ ഞാൻ ഹിന്ദു മതത്തിലാണ് ജനിച്ചത്, ഹിന്ദു മതത്തിലാണ് ജീവിക്കുന്നത്, അതിൽ ഞാൻ അഭിമാനിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ പേരിൽ എക്സ്ട്രാ മെറിറ്റൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ അതിൻ്റെ പേരിൽ എക്സ്ട്രാ ഡീമെറിറ്റും ബീങ് എ മെജോറിറ്റി റിലീജിയൻ, അതുകൊണ്ട് ഞാൻ ചെയ്തൊരു തെറ്റാണ്, ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് നീയും കൂടിയാണ് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ഗിൽറ്റ് ട്രാപ്പ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അതിനെ സ്റ്റാൻഡപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. യു ഡോണ്ട് ഹാവ് ടു സ്റ്റാൻഡ് അപ്പ് ആൻഡ് ഹിയർ ദാറ്റ്, യു ഹാവ് ടു ഡിഫെൻഡ്, അല്ലേ? പിന്നെ അതുപോലെ കാസ്റ്റിൻ്റെ കേസിൽ ഞാൻ ഈ സോ കോൾഡ് സവർണ കാസ്റ്റിലാണ് ജനിച്ചത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്കൊരു മേന്മയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ കാസ്റ്റിൻ്റെ ചിഹ്നങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. അതായത് പൂണൂലിട്ടിരുന്നു, പണ്ടിട്ടിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ ചെറുപ്പത്തിലൊന്നും ഇട്ടിരുന്നില്ല, കുറേ കഴിഞ്ഞ് അച്ഛന് താല്പര്യമില്ലായിരുന്നു, ഇടയ്ക്കൊരു പ്രായത്തിൽ വേണമെന്ന് തോന്നിയത് കൊണ്ട് ഇതിട്ടു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അത് ഇട്ടതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് എക്സ്ട്രാ മെറിറ്റൊന്നും കിട്ടുന്നില്ല എന്ന് തോന്നിയപ്പോൾ അത് ഊരി മാറ്റി. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ ജാതിയുടെ ചിഹ്നമായിട്ടുള്ള ഒരു പൂണൂലിട്ടത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും എക്സ്ട്രാ മെറിറ്റ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനനുസരിച്ചുള്ള കാര്യങ്ങളും ഇപ്പോൾ മന്ത്രങ്ങളോ ക്രിയകളോ ഒക്കെ ചെയ്ത് അതിനനുസരിച്ചൊരു ജീവിതം നയിച്ചാൽ നമ്മൾ അതിനോട് നീതി പുലർത്തും. അത് നീതി പുലർത്താത്തിടത്തോളം കാലം അത് വെറുതെ ഒരു സിമ്പിൾ പോലെ ഇട്ടിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് ഞാനിത് മാറ്റി. എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യമോ ഇഷ്ടമോ ഒന്നുമില്ല. പൂണൂലിട്ടവർ മോശക്കാരാണെന്നോ ഇടാത്തവർ ഇതാണെന്നോ തിരിച്ച് രണ്ട് രീതിയിലെ ചിന്താഗതിയില്ല. ഇപ്പോൾ നമ്മുടെ പൈതൃകം സിനിമയിൽ പറയുന്ന പോലെ മനുഷ്യനാവണമെങ്കിൽ പൂണൂല് പൊട്ടിച്ചെറിഞ്ഞാൽ മതിയായിരുന്നെങ്കിൽ എത്ര എളുപ്പമായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞൊന്നുമില്ലേ ഉള്ളൂ. അപ്പോൾ ജാതി എന്നുള്ളത് നമ്മുടെ സോഷ്യൽ കൺസ്ട്രക്റ്റ് മാത്രമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു മേൽക്കോയ്മയൊന്നും കൊണ്ട് നടക്കുന്നില്ല. ഏതൊക്കെയോ തലമുറകൾ മുമ്പ് നടന്ന ഇവൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി എനിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. ഞാൻ അതിൻ്റെ ഒരു തുടർച്ചയായ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കാത്തിടത്തോളം, അങ്ങനെ കൊണ്ട് നടക്കുന്നില്ല എന്ന് എനിക്ക് തന്നെ സ്വയം ഉറപ്പിടത്തോളം വേറെ ആരും അതിൻ്റെ പേരിൽ എന്നെ ഗിൽറ്റ് ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ ഞാൻ അതിന് സ്റ്റാൻഡപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ റിലീജിയൻ, കാസ്റ്റ് തുടങ്ങിയ ഏതൊരു കാര്യങ്ങളും നമ്മളിതിൽ ജനിച്ചു, നമ്മളിതിൽ ജീവിക്കുന്നു, വേണ്ടെങ്കിൽ മാറാം, വേണമെങ്കിൽ ഫോളോ ചെയ്യാം. ഇതിൻ്റെ ബേസിസിൽ നമ്മൾ സുപ്പീരിയർ അല്ല, ഇതിൻ്റെ ബേസിൽ നമ്മൾ ഇൻഫീരിയർ അല്ല. അപ്പോൾ എന്താ പറയുക, നമ്മുടെ
എന്താ പറയുക, ബീങ് എ മെയിൽ, നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ്, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, നമ്മുടെ ജോലി ഏത് സെക്ടറിലാണെന്നുള്ളത്, നമ്മുടെ കാസ്റ്റ്, റിലീജിയൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ പല അവസരങ്ങളിൽ സമൂഹം ഗിൽറ്റ് ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കും. അതൊരു തരം ട്രാപ്പ് തന്നെയാണ്. ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എന്തിൻ്റെ പേരിലാണെങ്കിലും, ഇപ്പോൾ ഞാൻ ആളുകളുടെ പേരൊന്നും എടുത്ത് പറയില്ല, ചില പ്രത്യേക പ്രസംഗങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ, ചില പ്രത്യേക ആശയങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മളെന്തോ വലിയ തെറ്റ് ചെയ്തു തോന്നും. ഇപ്പോൾ എൻ്റെ കേസത്തിൽ ഞാൻ ബീങ് എ മെയിൽ, ബീങ് എ സോ കോൾഡ് സവർണ കാസ്റ്റ്, ബീങ് എ ഹിന്ദു, ബീങ് വർക്കിംഗ് ഇൻ പ്രൈവറ്റ് സെക്ടർ, ഇതൊക്കെ എന്തോ വലിയ തെറ്റാണ്, നമ്മുടെ സമൂഹത്തിന് നേരെയുള്ള തെറ്റ് തന്നെയാണ്, ഈ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ള രീതിയിലുള്ള ചിന്താഗതികൾ ചിലയിടത്തെങ്കിലും പറയാറുണ്ട്. അപ്പോൾ ഇതിലൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, ബാക്കിയുള്ളവർ അവരുടെ ജോലി ചെയ്യുന്നു. നമ്മുടെ ജോലിയിൽ, നമ്മുടെ ജീവിതത്തിൽ ധർമ്മം മുറുകെ പിടിക്കുക, നമുക്ക് പറ്റാവുന്ന രീതിയിൽ നന്മ ചെയ്യുക, സഹായങ്ങൾ അർഹിക്കുന്നിടത്ത് അർഹിക്കുന്ന പോലെ സഹായങ്ങൾ ചെയ്യുക, ഒരിക്കലും ഫോൾസ് സെൻസ് ഓഫ് സുപ്പീരിയോറിറ്റി കൊണ്ട് നടക്കാതിരിക്കുക, അതോടൊപ്പം ഒരിക്കലും ഫോൾസ് സെൻസ് ഓഫ് ഇൻഫീരിയോറിറ്റിയും കൊണ്ട് നടക്കാതിരിക്കുക. ഈ ഒരു കാര്യമാണ്. അത് ഒരുപാട് ഉദാഹരണങ്ങൾ വെച്ച് പറയാം, പക്ഷേ കാര്യം മനസ്സിലാക്കാൻ ഇത്രയും മതി എന്ന് വിചാരിക്കുന്നു. സോ എല്ലാത്തിനെയും സമ്മപ്പ് ചെയ്ത് ഞാൻ ഒറ്റ വാക്കിൽ പറയുന്നു, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ നോട്ട് എ പെന്നി മോർ, നോട്ട് എ പെന്നി ലെസ് എന്ന് ഞാൻ പലപ്പോഴും പറയാറുള്ള ആശയമാണ് ഇവിടെയും പറയാറുള്ളത്. ഈ പറഞ്ഞ സാഹചര്യങ്ങളെല്ലാം കൊണ്ട് എനിക്കൊരു പെന്നി മോർ, ഒരു എക്സ്ട്രാ പെന്നി പോലും സുപ്പീരിയോറിറ്റി വരുന്നില്ല. പക്ഷെ അതോടൊപ്പം തന്നെ അതിലൊരു ഇൻഫീരിയോറിറ്റി കൊണ്ട് നടക്കാൻ ഞാൻ തയ്യാറുമില്ല. സെൽഫ് റെസ്പെക്റ്റ് വേണം, സെൽഫ് വേർത്ത് വേണം, പക്ഷെ ഒരിക്കലും അരഗൻസ് പാടില്ല. ആൻഡ് ഇറ്റ്സ് എ ഫൈൻ ലൈൻ. ആ ഫൈൻ ലൈൻ റെക്കഗ്നൈസ് ചെയ്യാനും അതിൽ നിൽക്കാനും നമ്മൾ തയ്യാറാവണം. അഹങ്കാരം പാടില്ല, എന്നാൽ ആത്മവിശ്വാസം വേണം. അഹങ്കാരമുള്ളത് നന്നല്ല, ആത്മവിശ്വാസം ഇല്ലാതിരിക്കുന്നത് നന്നല്ല. സ്ട്രൈക്ക് ദ ഫൈൻ ബാലൻസ്. And I repeat once more, never let anyone lead you into a guilt trap. Thank you.